നമ്മുടെ സഭയെ അതിൻ്റെ പൂർണ്ണമായ വ്യക്തിത്വത്തിലും തനിമയിലും വളർത്തിയെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം. ആ പരിശ്രമിച്ച് നേടിയെടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. നമ്മുടെ സഭയുടെ ഹൈറാർക്കി സ്ഥാപനത്തിൻ്റെ ശതാബ്ദി ഇന്ന് കൊണ്ടാടുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പിലേക്ക് നമ്മൾ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സഭയുടെ ഹൈറാർക്കി സ്ഥാപനം എന്ന് നമ്മളെ മറ്റ് വിശേഷങ്ങൾ ഒന്നും കൂടാതെ പറയുമ്പോൾ തെറ്റായൊരു ധാരണയുണ്ടാകാം. 2000 വർഷത്തെ പഴക്കമുള്ള ഈ ഒരു ശ്ലൈഹിക സഭ ഇന്നും വളരെ ഊർജ്ജസ്വലതയോടുകൂടെ വ്യാപരിക്കുന്ന ഒരു സഭ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സഭയുടെ അംഗസംഖ്യയ്ക്ക് അതീതമായ രീതിയിൽ സംഭാവനകൾ ചെയ്യുവാൻ സാധിച്ച ഒരു സഭ. പക്ഷേ അതിൻ്റെ ഹൈറാർക്കി സ്ഥാപിച്ചിട്ട് വെറും 200 വർഷമേ ആയിട്ടുള്ളൂ എന്ന് ഉള്ള ചിന്ത. 100 വർഷമായ ഒരു സഭയെ സംബന്ധിച്ചോളം അതൊരു ശൈശവ ദശയിലാണ്. 2000 വർഷത്തെ പഴക്കമുണ്ട് സഭയ്ക്ക്. നമ്മുടെ സഭ ഒരു ശ്ലൈഹിക സഭയാണ്. ശ്ലൈഹിക ഉത്ഭവമാണ് ഇതിനുള്ളത്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് അതിന് മുമ്പുള്ള ഹൈറാർക്കി സ്ഥാപനത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സഭ വ്യക്തമായ ഒരു പൈതൃകം ഉൾക്കൊണ്ട് അത് ജീവിച്ച് അത് കൈമാറിപ്പോകുന്ന ഒരു സഭയാണ്. പൗരസ്ത്യ വ്യക്തിത്വം, അതും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സഭ. ആഗോള സഭയുടെ ചരിത്രം നോക്കുമ്പോൾ ആദ്യ സഹസ്രാബ്ദത്തിൽ ഏറ്റവും വ്യാപകമായി പ്രചരിച്ചിരുന്ന ഒരു സഭാ പാരമ്പര്യമായിരുന്നു പൗരസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യം. അത് വളരെ വ്യക്തമായും ഒരു മിഷണറി സഭയായിരുന്നു. അത് ആഫ്രിക്ക മുതൽ ചൈന വരെ വ്യാപിച്ചു കിടന്ന ഒരു സഭയാണ്. 250ഓളം രൂപതകൾ ഈ സഭാ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു. 100 കണക്കിന് സന്യാസ ഭവനങ്ങൾ, മൊണസ്ട്രീസ്, 100 ആയിരക്കണക്കിന് പൗരസ്ത്യ ദേശങ്ങളിലെ, മിഡിൽ ഈസ്റ്റിലെയൊക്കെ ഈ സഭയുടെ പ്രദേശങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ വളർന്ന് വന്നിട്ടുള്ളതാണ്. പിന്നീട് 7-ാം നൂറ്റാണ്ടിന് ശേഷം അതൊക്കെ വളരെയേറെ നശിപ്പിക്കപ്പെട്ടു. 100 കണക്കിന് മോണസ്ട്രികളെ നശിപ്പിക്കപ്പെട്ടു. ആയിരക്കണക്കിന് സന്യാസികൾ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടു. ധാരാളം മെത്രാന്മാരും. ഇങ്ങനെയുള്ള ഒരു സഭയാണ് ഈ പൗരസ്ത്യ സഭ എന്ന് പറയുന്നത്. ആ സഭയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ വളർന്നു വന്നു. തോമാസ് ലീഹായുടെ പൊതു പൈതൃകത്തിൽ ഈ പൗരസ്ത്യ സഭ ഒരു തോമാസ് ലീഹായുടെ സഭ എന്ന നിലയിൽ ആണ് വളർന്നു വന്നത്. ആ പൈതൃകം ഉൾക്കൊണ്ട 3-4 സഭകളിൽ ഒന്നായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ മാർത്തോമാ നസ്രാണി സഭ. പൗരസ്ത്യ സഭയിലെ ഏതാണ്ട് കുറേയേറെ പ്രോവിൻസുകൾ ഉണ്ടായിരുന്നു. ആ പ്രോവിൻസുകളിൽ ഒന്നായിരുന്നു മലബാർ പ്രോവിൻസ്, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ സഭ. അതിലൊരു പ്രോവിൻസായിരുന്നു. ഈ പ്രോവിൻസ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ, ഇന്ത്യയെ മുഴുവനെ ഉൾക്കൊള്ളുന്ന ഒരു പ്രോവിൻസായിരുന്നു. മാത്രമല്ല ഇന്ത്യയും പരിസര പ്രദേശങ്ങളും കൂടെ ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ മലബാറിലെ ഈ പ്രോവിൻസ്. അതിൻ്റെ കേന്ദ്രം വാസ്തവത്തിലെ കേരളം ആയിരുന്നു. നമുക്ക് ലഭ്യമായ രേഖകൾ വെച്ച് നോക്കുമ്പോൾ
നമ്മുടെ മെത്രാന്മാരിങ്ങോട്ട് അയക്കപ്പെട്ടിരുന്നത് പേർഷ്യയിൽ നിന്നാണ്. കൽദായ പത്രികീസ് അവിടെ നിന്നാണ്. നമ്മൾ ആ സഭയുമായുള്ള കാരണം സെയിം ഒരേ പൈതൃകം, ഒരേ ആരാധനാക്രമം, അങ്ങനെയുള്ള പൊതു പൈതൃകത്തിൽ നമ്മൾ ആ സഭയുമായിട്ട് ഒരു സ്വന്തം കുടുംബത്തിലെ സഭ എന്ന നിലയിലാണ് കഴിഞ്ഞിരുന്നത് ഈ തറവാട്. അതുകൊണ്ട് അവിടെ നിന്ന് മെത്രാന്മാർ ഇവിടെ വന്നിരുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമൊക്കെ, 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആരംഭം മുതൽ ഇവിടെ കൽദായ മെത്രാന്മാരുള്ളതായിട്ട് കാണുന്നുണ്ട്. വ്യക്തമായ രേഖകൾ നമുക്ക് കാണാം. ഒരവസരത്തിൽ 3-4 മെത്രാന്മാരാണ് വന്നിരുന്നത് അവിടെ. അവരെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് മലബാറിലേക്ക്, ഇന്ത്യയിലേക്കും ചീനയിലേക്കും മഹാചീനയിലേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ അയക്കുന്നത്. അപ്പം ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രോവിൻസായിരുന്നു മലബാർ ഇന്ത്യയിലെ സഭ. പൗരസ്ത്യ സഭയിൽ ആ ബൃഹത്തായ ആ സഭയിലെ ഏതാണ്ട് 14 പ്രോവിൻസുകളാണ് ഉണ്ടായിരുന്നത്. അവയിലൊന്നായിരുന്നു മലബാർ. അതിലെ വളരെ ശ്രദ്ധേയമായൊരു പ്രോവിൻസായിരുന്നു മലബാർ, ഈ ഇന്ത്യയിലെ സഭ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സഭയുടെ നേതാവ് മേലധ്യക്ഷൻ മെത്രാപ്പൊലീത്ത ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പൊലീത്ത എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കൺഫൈൻസ് എന്നാണ് പറയുന്നത്. ഇന്ത്യയും പരിസര പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ മുഴുവൻ മെത്രാപ്പൊലീത്തയായിരുന്നു നമ്മുടെ മെത്രാപ്പൊലീത്ത. ഭരണത്തലവനായിരിക്കുന്ന അർക്കദിയാക്കോൻ ഇന്ത്യ മുഴുവൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുടെയും ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ആ സഭയുടെ ഭരണകർത്താവായിരുന്നു. ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പ്ലാസിഡത്തിന് നമ്മുടെ സഭയെക്കുറിച്ച് പറയുന്നത് ഇത് ഒരു ക്വാസി ഓട്ടോണമസ് സൂയി ജൂരിസ് ചർച്ച് എന്നാണ്. ഏതാണ്ട് ഒരു സ്വയാധികാര സഭ, സ്വതന്ത്രമായ ഭരണ അധികാരമുള്ള ഒരു സഭയായിട്ട് പ്രയോഗത്തിൽ നമ്മുടെ സഭ നിലനിന്നു എന്നാണ് പറയുന്നത്. ആധ്യാത്മിക പിതാക്കന്മാരായിട്ട് മെത്രാന്മാർ കൽദായ ദേശത്തു നിന്ന് വന്നുവെങ്കിൽ തന്നെയും നമ്മുടെ സഭയുടെ വ്യക്തിത്വവും പൈതൃകവും അച്ചടക്കവും എല്ലാം പാലിച്ച് പോന്നിരുന്നത് നമ്മുടെ സഭയുടെ ആ നസ്രാണി വ്യക്തിത്വം ഉറപ്പിച്ചു പോന്നിരുന്നത് ഇവിടുത്തെ ആർച്ച് നേതൃത്വത്തിലായിരുന്നു. മനോഹരമായ ഭരണ സംവിധാനം നമുക്കുണ്ടായിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിഭാവനം ചെയ്യുന്ന സഭ ദൈവജനമാണ് എന്നുള്ള കാഴ്ചപ്പാട് വളരെ വ്യക്തമായി ആരംഭം മുതൽ തന്നെ നിലവിലിരുന്ന ഒരു സഭയാണിത്. നമ്മുടെ പള്ളി യോഗങ്ങൾ, പ്രത്യേകിച്ച് പള്ളി പൊതുയോഗങ്ങൾ ഒക്കെ നമുക്ക് നോക്കാം. ഇത്രമാത്രം ഒരു ശരിയായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് നല്ലൊരു സഭാ ദർശനത്തിൽ വളർന്നു വന്ന ഒരു സഭയായിരുന്നു. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ സഭ ഓൾ ഇന്ത്യ തലത്തിൽ അജപാറിന് അധികാരമുള്ള ഒരു സഭയായിരുന്നു. അതായത് ഒരു ഹൈറാർക്കി ഉണ്ടായിരുന്നു ഇവിടെ. ആ ഹൈറാർക്കിക്ക് സ്വതന്ത്രമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സഭയായിരുന്നു ഇത്. പക്ഷെ അതിനുശേഷം നമുക്കറിയാം ഉദയംപെരു സൂനോസ് 1599 ഉദയംപെരു സൂനോസ്. അതിന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ്, ലക്ഷ്യത്തോടുകൂടിയാണ് അത് വിളിച്ചുകൂട്ടിയ മെത്രാപ്പൊലീത്ത ഇവിടെ എത്തിയത്. ഡോമിനേസിസ് ഈ സഭയെ ലത്തീൻ ഭരണാധികാരത്തിൽ കൊണ്ടുവരണം, ലത്തീൻ മെത്രാനെ ചുമതലയേൽപ്പിക്കണം, അങ്ങനെ ഈ സഭയെ പൂർണ്ണമായും ലത്തീനീകരിക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ ലെറ്ററിൽ, ഒരു കത്തിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം തൻ്റെ പർപ്പസ്, മലബാറിലേക്ക്, കേരളത്തിലേക്ക് വരാനുള്ള തൻ്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം അതിന് മുമ്പായിട്ടൊരു കത്തിൽ എഴുതുന്നുണ്ട്. വ്യക്തമായ ഈ ലിസ്റ്റോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഉദയംപെരു സൂനോസ് വിളിച്ചു കൂട്ടിയത്. നമുക്കറിയാം അതിൻ്റെ പരിണിതഫലമാണ്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവിടെ ലത്തീൻ ഭരണം ആരംഭിച്ചു.
ലത്തീൻ മെത്രാന്മാരെ നിയോഗിക്കപ്പെട്ടു. ക്രമേണ ലത്തീനീകരണം തുടരുകയും ചെയ്തു. നമ്മുടെ സഭയെ ലത്തീൻ സഭയുടെ കീഴിലാക്കി. എന്ന് വെച്ചാൽ ഗോവ അതൊരു ആദ്യത്തെ ഇന്ത്യയിലെ ലത്തീൻ രൂപതയാണ് ഗോവ. നമ്മുടെ ഈ മെട്രോപൊളിറ്റൻ സ്വതന്ത്ര സഭയെ ഗോവയുടെ കീഴിലുള്ള ഒരു സാമന്ത രൂപതയാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു കത്തീഡ്രൽ ചർച്ചിനെ ഒരു കുരിശുപള്ളിയായിട്ട് മാറ്റി എന്നും വേണേൽ പറയാൻ സാധിക്കും. അതിന് സ്വതന്ത്രമായ ഭരണാധികാരം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സഭ മാറി. അത് 1-2 വർഷങ്ങളല്ല, 3 നൂറ്റാണ്ട് കാലം അങ്ങനെ ആ ഭരണ സംവിധാനത്തിൽ കഴിയേണ്ടി വന്നു. 3 നൂറ്റാണ്ട് കൊണ്ട് ലത്തീൻകാർ ഭരണം ആഗ്രഹിച്ച കാര്യങ്ങളെ ഒത്തിരി സംഭവിച്ചു. നമ്മുടെ സഭാത്മകമായ വ്യക്തിത്വം ഏതാണ്ട് നഷ്ടപ്രായമായി. ലത്തീൻ സഭയിലെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമ്മുടെ സഭ കരുതപ്പെട്ടു. നമ്മുടെ സ്വതന്ത്രമായ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ നമ്മുടെ ആളുകൾക്ക് ആഴമായ ആ സഭാസ്നേഹവും നമ്മുടെ റീത്തിനെക്കുറിച്ച് അഗാധമായ ബോധ്യവും ഉണ്ടായിരുന്നതുകൊണ്ട് ആ റീത്ത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചില്ല. അവരെ നിരന്തരം ലത്തീൻ ഭരണാധികാരം നിരന്തരം പരിശ്രമിച്ചെങ്കിലും അതിൽ വിജയിച്ചില്ല. കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാക്കി. പക്ഷേ റീത്ത് അപ്പാടെ മാറ്റാൻ സാധിച്ചില്ല. അത്രമാത്രം ബോധ്യം ആ സുറിയാനി റീത്ത് എന്ന് പറയുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപമാണെന്ന് ബോധ്യപ്പെട്ടിരുന്ന നമ്മുടെ ദൈവജനവും നമ്മുടെ വൈദികരും ദൈവജനവും എതിർത്ത് നിന്നതുകൊണ്ട് അത് പൂർണ്ണമായി വിജയിച്ചില്ല. പക്ഷേ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പുരാതനമായ റീത്ത് അതിൻ്റെ പൂർവ്വ പരിശുദ്ധിയിൽ തന്നെ ശോഭത്തിനെ നൽകണം. ഞങ്ങൾക്ക് 3 നൂറ്റാണ്ടിലധികം അവർ പരിശ്രമിച്ചു അതിനു വേണ്ടി. അതിൻ്റെ പരിണിത ഫലമാണ് 1887 നമുക്ക് 2 വികാരിയത്തുകൾ അനുവദിക്കപ്പെട്ടത്. അതായത് അതുവരെ 2-3 നൂറ്റാണ്ട് കാലം ലത്തീൻ സഭയുടെ ഭാഗമായ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ കരുതപ്പെട്ടിരുന്ന, ലത്തീൻ സഭയിൽ ലയിച്ചു ചേർക്കപ്പെട്ട രീതിയിൽ കഴിഞ്ഞിരുന്ന ഈ സഭ ഈ മാർത്തോമാ നസ്രാണികളെ സുറിയാനിക്കാരായ കത്തോലിക്കരായ സുറിയാനിക്കാരെ ലത്തീൻകാരിൽ നിന്ന് വേർതിരിച്ച് അവർക്ക് മാത്രമായിട്ട് 2 വികാരിയത്തുകൾ സ്ഥാപിച്ചു. 14 ലയോ മാർപ്പാപ്പായുടെ വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ ഫലമാണത്. പൗരസഭകളെ സ്നേഹിക്കുകയും അതിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും ചെയ്ത മാർപ്പാപ്പയാണ് ലയോ 14 മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഓറിയന്താൽ ഡിഗ്നിറ്റാസ് എന്ന ലേഖനം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം 2 വികാരിയത്തുകൾക്ക് രൂപം കൊടുത്തു. അതേ ഉൾക്കാഴ്ചയോടുകൂടിയാണ് പിന്നീട് മാർപ്പാപ്പന്മാരൊക്കെ സഭയെ നയിച്ചത്. അവരൊക്കെ പ്രത്യേകിച്ച് ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ, വനിതാ ബീസ് മാർപ്പാപ്പ, 12 ബീസ് മാർപ്പാപ്പ, അതിന് മുമ്പുള്ള മാർപ്പാപ്പന്മാരെ 9 ബീസ് മാർപ്പാപ്പ, ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ വളരെ മനോഹരമായിട്ടാണ് പൗരസഭകളെക്കുറിച്ച് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് അവങ്കിലും സംരക്ഷിക്കപ്പെടണം. അങ്ങനെ മാർപ്പാപ്പന്മാരുടെ വ്യക്തവും ശക്തവുമായ നിലപാടുകളും പ്രബോധനങ്ങളും വഴിയാണ് പിന്നീട് ഈ സഭ പൗരസ്ത്യ വ്യക്തിത്വം വീണ്ടെടുത്ത് വളരുവാനിടയായിട്ടുള്ളത്. 1917 ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ പൗരസ്ത്യ സഭാ കാര്യാലയത്തിന് ആരംഭം കുറിച്ചു. അതും പൗരസ്ത്യ സഭയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. പൗരസ്ത്യ സഭാ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം സുറിയാനി സഭാപിതാവായ മാർ അപ്രേമിനെ ആഗോള സഭയുടെ ഡോക്ടറാക്കി ഉയർത്തി. അങ്ങനെ തുടർന്ന് പിന്നെ 15 പീസ് മാർപ്പാപ്പ സുറിയാനി സഭയിൽ അല്ലെങ്കിൽ ഒരു പൗരസ്ത്യ സഭയിൽ ലത്തീനീകരണത്തിൻ്റെ നിഴൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച മാർപ്പാപ്പയാണ് 15 പീസ് മാർപ്പാപ്പ. അദ്ദേഹമാണ് ഹൈറാർക്കി സ്ഥാപിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് പിന്നീടുള്ള ചരിത്രത്തിൽ 2ാം വത്തിക്കാൻ കൗൺസിൽ
ഈ കഴിഞ്ഞ കാലഘട്ടത്തെ മാർപ്പാമാരുടെ പ്രബോധനങ്ങളെല്ലാം സംഗ്രഹിച്ച് ഉൾച്ചേർത്ത് നൽകിയിരിക്കുന്ന പ്രമാണരേഖയാണ് പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള പ്രമാണരേഖ. എല്ലാവരും വായിച്ച് പഠിക്കണം. ഇതൊക്കെ എന്താണ് സഭയുടെ കാഴ്ചപ്പാട്, മാർപ്പാമാരെന്നാണ് പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് വളരുവാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഹൈറാർക്കി സ്ഥാപനം. ഇപ്പോൾ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി അംഗീകരിക്കപ്പെട്ടതോടുകൂടി നമുക്കതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷേ അത് വിനിയോഗിക്കുന്നതിൽ നമ്മൾ വളരെയേറെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പരാജയം തന്നെയാണ്. നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം 300 വർഷക്കാലം നമ്മുടെ പൂർവികന്മാർ പരിശ്രമിച്ച് കാത്തിരുന്ന ആ സ്വാതന്ത്ര്യം നമ്മുടെ സഭയെ അതിൻ്റെ പൂർണ്ണമായ വ്യക്തിത്വത്തിലും തനിമയിലും വളർത്തിയെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം. ആ പരിശ്രമിച്ച് നേടിയെടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. അതുകൊണ്ട് ഇക്കാര്യങ്ങളെ വ്യക്തമായി പഠിക്കുകയും ബോധ്യപ്പെടുകയും അത് മറ്റുള്ളവരൊക്കെ ആ ബോധ്യം പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മുടെ സഭ നമ്മുടേത് മാത്രമല്ല, നമ്മുടെ പൈതൃകം നമ്മുടേത് മാത്രമല്ല, ആഗോള സഭയുടെ പൈതൃകമാണ്, മനുഷ്യവർഗത്തിൻ്റെ പൈതൃകമാണ് ഓരോ സഭയുടെയും ആത്മീയ പൈതൃകം എന്ന് പറയുന്നത്. അത് നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല.